ഹലോ എവരിവൺ. നമ്മൾ സാധാരണ ഒരു ക്യൂബ് നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യും. ഇവിടെ ഇതൊന്നും യൂസ് ചെയ്യാതെ വേറൊരു മെത്തേഡ്, എസ്റ്റിമേഷൻ എന്നുള്ളൊരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഒരു പെർഫെക്റ്റ് ക്യൂബിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു 5 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. എസ്റ്റിമേറ്റ് ദ ക്യൂബ് റൂട്ട് ഓഫ് 68,921. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബുകൾ എന്തായാലും കാണാതെ പഠിച്ചു വെക്കണം. ഞാനിവിടെ അതെല്ലാം ഒരു ടേബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്പരും ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റും, ആ നമ്പറിൻ്റെ ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റും സെയിം ആയിട്ട് വരുന്നതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ 1 1 കണ്ടോ. ഇനി അടുത്തത് 4 64 കണ്ടോ. 64ൻ്റെ 4 എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് 4 സെയിം അല്ലേ. ഇനി 5 125, 6 216 അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് സെയിം ആണ്. അടുത്തത് 9 729, 10ൻ്റെ 0, ക്യൂബിൻ്റെ 1000ൻ്റെ 0. അപ്പോൾ 1 4 5 6 9 10 ഇവരുടെ എല്ലാം ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റും ആ നമ്പറും സെയിം ആണ്. ഇനി അല്ലാത്തത് ഏതൊക്കെയാണ്? 2 8. ഇപ്പോൾ 2ൻ്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 8ലാണ്. അപ്പോൾ 2ൻ്റെ അല്ല, അപ്പോൾ നമ്മൾ 12 എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് 8ലായിരിക്കും. ഇനി അതേപോലെ 8 എടുക്കുക. 8ൻ്റെ ക്യൂബ് എൻഡ് ചെയ്യുന്നത് ഇതിലാണ്, 2ലാണ്. എൻ്റെ ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 2 ആണ്. കണ്ടോ. അപ്പോൾ അത് തമ്മിൽ നമുക്ക് റിലേഷൻ പോലെ എടുക്കാം. 2ൻ്റെ എൻഡ് ചെയ്യുന്നത് 8ലാണ്, 8ൻ്റെ എൻഡ് ചെയ്യുന്നത് 2ലാണ്. ഇനി അതുപോലെ അടുത്തത് 3യുടെ ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 7. ഇനി അപ്പോൾ 7 എടുക്കുക. 7ൻ്റെ ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 3. കണ്ടോ, അവരെയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമല്ലേ. ഇനി നമുക്ക് എങ്ങനെയാണ് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നത് നോക്കാം. 68,921 ഈ നമ്പറിൻ്റെ ഏറ്റവും റൈറ്റ് എൻഡിൽ പോവാം. എന്നിട്ട് 3 എണ്ണമായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ 921 അതൊരു ഗ്രൂപ്പ്. അടുത്തത് 68, അവിടെ 2 ഡിജിറ്റ് ഉള്ളത് കുഴപ്പമൊന്നുമില്ല. ഇനി 921ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക, 1. അപ്പോൾ ഒരു ക്യൂബ് 1 ആയിട്ട് വരുന്നതിൻ്റെ ക്യൂബ് റൂട്ട് ആയിട്ട് വരുന്ന നമ്പർ എന്തായിരിക്കും? ക്യൂബ് യൂണിറ്റ് ഡിജിറ്റ് 1 വരണം. അപ്പോൾ അതിൻ്റെ ക്യൂബ് റൂട്ടുമായിട്ട് വരുന്നത് എന്തായിരിക്കും? 1 അല്ലേ. ഇവിടെ നോക്കിയേ, 1 1. ഇനി 68, അടുത്ത ഗ്രൂപ്പ് 68 എടുത്തു. ഇനി 68ൻ്റെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വേറെ ടെക്നിക്കാണ്. 68ൻ്റെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 68ന് തൊട്ട് താഴെ വരുന്ന ക്യൂബ് നമ്പർ ഏതാണെന്ന് നോക്കും. അപ്പോൾ 68ന് തൊട്ട് താഴെ വരുന്ന ക്യൂബ് നമ്പർ ഏതാ? 64. ഇനി 64 എന്തിൻ്റെ ക്യൂബാണ്? 4ൻ്റെ ക്യൂബാണ്. അപ്പോൾ നമ്മൾ ഈ 68ൻ്റെ താഴെ എഴുതുന്നത് 4. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 68,921 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 41. കണ്ടോ, എന്ത് എളുപ്പമാണെന്ന് നോക്കിയേ. ഇനി നമുക്ക് ഇതേപോലെ 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എസ്റ്റിമേറ്റ് ദ ക്യൂബ് റൂട്ട് ഓഫ് 5,71,787. അപ്പോൾ ഇതിന് ആദ്യം എന്താ ചെയ്യേണ്ടത്? 3 ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ഏറ്റവും റൈറ്റ് എൻഡിൽ പോയി 3 ഗ്രൂപ്പ് ചെയ്ത് 787. പിന്നെ അടുത്ത ഗ്രൂപ്പ് 571. ഇനി 787 കണ്ടോ, ഇവിടെ 7 ആണ് നമ്മുടെ ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 7 യൂണിറ്റ് ഡിജിറ്റ് വരുന്നതിൻ്റെ ക്യൂബ് റൂട്ട് വരുന്നത് എന്തായിരിക്കും? 3. ഇനി അടുത്ത ഗ്രൂപ്പ് നോക്കുക, 571. 571ൻ്റെ അവിടെ നമ്മൾ എന്താ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്? 570നെക്കാളും ലെസ്സായിട്ട് വരുന്ന ക്യൂബ് നമ്പർ കണ്ടുപിടിക്കണം. അത് ഏതാണ്? 512. ഇനി അതെന്ന് പറയുന്നത് 8ൻ്റെ ക്യൂബാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ അവിടെ എഴുതേണ്ടത് 8. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 5,71,787 എന്ന് പറഞ്ഞാൽ എന്താണ്? 83. അടുത്തത് 3,07,763. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഏറ്റവും റൈറ്റ് എൻഡിൽ പോവാം. ഫസ്റ്റ് 3 പേരുടെ ഗ്രൂപ്പ് 763, പിന്നെ അടുത്തത് 300. ഇനി 763യുടെ നോക്കുക, 3യിലാണ് അതല്ലേ. ക്യൂബിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് 3 ആണ്. അപ്പോൾ ക്യൂബ് റൂട്ടിൽ എന്തായിരിക്കും വരിക? 7. ഇനി 300, അവിടെ എന്താ നമ്മൾ നോക്കേണ്ടത്? 300നെക്കാളും തൊട്ട് താഴെ, 300ന് തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് ഏതാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 300 തൊട്ട് താഴെ വരുന്നത് 216 ആണ്. 216 എന്ന് പറഞ്ഞാൽ 6 ക്യൂബാണ്. അപ്പോൾ അവിടെ നമ്മൾ എഴുതേണ്ടത് 6. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 3,07,763 എന്ന് പറഞ്ഞാൽ എന്താണ്? 67. അടുത്ത നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്.
91,125ൻ്റെ ക്യൂബ് റൂട്ട് ഒന്ന് എസ്റ്റിമേഷൻ വഴി കണ്ടുപിടിച്ച് നോക്കുക. ആൻസർ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.